സത്യം പറയൂ, ഹാപ്പിയാണോ? കരഞ്ഞു തീർക്കല്ലേ ശിഷ്ടകാലം, കരക്കടിപ്പിക്കൂ ചിരിവഞ്ചിയെ. കാലവും പോവും കോലവും മാറും, കരഞ്ഞു കരഞ്ഞിതോർത്ത് കൈകാലിട്ടടിക്കും, പിന്നെ കണ്ണീരും കെഞ്ചും ഒന്നു ചിരിക്കൂ. എം.എ. സുഹൈൽ എന്ന അനുഗ്രഹീത എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ സത്യം പറയൂ ഹാപ്പിയാണോ എന്ന പുസ്തകത്തിൻ്റെ അവസാനം ചേർത്തിരിക്കുന്ന വരികളാണിവ. കുറച്ചു നാളായി ഈ പുസ്തകത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നാണ് അതിന് ഒരു അവസരം ലഭിച്ചത്. ഈ പുസ്തകത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 14ാമത്തെ പുസ്തകമാണ്. എഴുത്തിൻ്റെ ലോകത്ത് അദ്ദേഹത്തിൻ്റെ വൈഭവങ്ങൾ കൊണ്ട് തീർത്ത പുസ്തകം. ഈ പുസ്തകം ഒരു പുഴയായി നമുക്ക് കണക്കാക്കിയാൽ ഇത് വായിക്കുന്ന ഓരോ എഴുത്തുകാരനും അവരുടെ മനസ്സ് ഈ പുഴയിൽ കൂടി ഒരു തടസ്സവുമില്ലാതെ ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ചേരുവകളും, എല്ലാ ലാളിത്യവും, എല്ലാ സ്നേഹവും എല്ലാം അദ്ദേഹം ഇതിൽ പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് തീർച്ചയായും നമ്മുടെ എല്ലാം ജീവിതത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളും, നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളും, കണ്ണുണ്ടെങ്കിലും നമ്മൾ കാണാതെ പോയതും, കാതുണ്ടെങ്കിലും നമ്മൾ കേൾക്കാതെ പോയതും, മൂക്കുണ്ടെങ്കിൽ നമ്മൾ ശ്വസിച്ചും അറിയാതെ പോയ ചെറിയ ചെറിയ നിമിഷങ്ങൾ, ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ചെറിയ ചെറിയ അറിവുകൾ, സന്തോഷത്തിനെക്കുറിച്ചുള്ള അറിവുകൾ. എന്താണ് സന്തോഷമെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്നതിൻ്റെ നിർവചനം പോലും ഒരുപക്ഷെ മാറ്റി എഴുതുന്നതിന് ഈ പുസ്തകത്തിനായിരിക്കും. ഈ പുസ്തകത്തിന് അത്തരത്തിലുള്ള ശക്തിയുള്ള ഒരു പുസ്തകമാണ്. തീർച്ചയായും നമ്മുടെ എല്ലാം ജീവിതത്തിനെ ഉദ്ബോധിപ്പിക്കുന്നതിനും പ്രചോദനമാകുന്നതിനുമൊക്കെ വേണ്ടിയുള്ള ഒരു പുസ്തകമാണിത്. മോട്ടിവേഷൻ രംഗത്ത് അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള, ദശാബ്ദങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും എല്ലാം വെച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഈ പുസ്തകം നമുക്ക് പ്രേരണയും പ്രചോദനവുമായി മാറുന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണെന്ന് തീർച്ചയായും ഞാൻ പറയും. നിങ്ങളുടെ എല്ലാം വീടുകളിലെ റിസപ്ഷനുകളിലും സിറ്റൗട്ടുകളിലും വിരുന്നുകാരെ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളിലുമെല്ലാം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത്. അവിടെ വെളിച്ചം പകരാനും അത് ആനന്ദകരമാക്കാനും ഉള്ള ഒരു പുസ്തകമാണിത്. ലളിതമായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ചെറിയ പുസ്തകമാണെങ്കിൽ കൂടിയും ഒറ്റ ഇരിപ്പിൽ തന്നെ നമുക്കിരുന്ന് വായിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ള രീതിയിലുള്ള ഒരു പുസ്തകമാണെങ്കിൽ കൂടിയും വീണ്ടും വീണ്ടും വായിക്കാനും വീണ്ടും വീണ്ടും മനസ്സിലാക്കാനും വീണ്ടും വീണ്ടും നമ്മളെ ചിന്തിപ്പിക്കാനും കഴിവുള്ള, ഉതകുന്ന ശക്തമായ കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. സമാധാനമാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് എന്നോട് പറഞ്ഞ ഈ പുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മറന്ന് സന്തോഷത്തിൻ്റെ തണൽ തേടുന്നവർക്കും കണ്ണീരിന് പകരം ചിരി മരുന്നായി പുരട്ടാൻ തയ്യാറുള്ളവർക്കും ഉപകാരപ്രദമായ ഒരു പുസ്തകമാണ് ഇതെന്ന് വിനോദ് കോവൂർ എന്ന നടനും മോട്ടിവേഷൻ സ്പീക്കറും ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ പങ്കുവയ്ക്കുന്നു. ഇത് ഒരു നല്ല പുസ്തകമാണ്. തീർച്ചയായും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം.